ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ കുളിർകാലമൊക്കെ വന്നില്ലേ. ഇപ്പോൾ അതിൽ നിന്ന് ആ സമയത്താണ് പ്ലാവിലൊക്കെ ഈ ചക്കയുടെ, നമ്മുടെയൊക്കെ ഈ നാട്ടിൽ ചക്ക കണ്ടൽ മുളക്കുന്ന സമയം. ഇതുപോലെ ഇതുകൊണ്ടൊരു നാടൻ വിഭവം, അതായത് നമ്മുടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോയത്. ആ അച്ചാർ ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ ഈ പുറമേയുള്ള മുള്ളുപോലുള്ള ഭാഗം നന്നായി ചെത്തിയിട്ട് കഴുകിയ ശേഷമാണ് ചെറുതായി മുറിച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഈ കണ്ടലിൻ്റെ മുള്ളുഭാഗം ചെത്തി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് നേരം. അതിന് ശേഷം നമുക്ക് ഒരു ക്യാബേജൊക്കെ ചിരണ്ടുന്ന ആ സാധനത്തുകൊണ്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കാണാൻ നല്ല ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വെക്കണം. അതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഒന്നുകൂടി കഴുകിയ ശേഷം നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എടുത്ത പാത്രം ഒരു ചെറിയ കുക്കറിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. അതിൽ ഇറക്കി വെച്ച് സ്റ്റീം ചെയ്ത് വേവിക്കുകയാണ് ചെയ്യാറ്. ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ പാത്രം വയ്ക്കുന്നത്. ഇങ്ങനെ മെല്ലെ ആ റിങ്ങിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ മൂടി ഇതിൻ്റെ അടച്ചു വെക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കുറച്ച് വാളംപുളി അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്, അതായത് നമ്മുടെ വെള്ളം പിഴിഞ്ഞ് ഉണ്ടാക്കണം. വാളംപുളി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കുതിർക്കണം. കുക്കറിൽ 2 വിസിലേ പാടുള്ളൂ, അധികം വേവാൻ പാടില്ല. ഇനി ഒരു ചീഞ്ചട്ടി എടുത്ത് നമുക്കതിലേക്ക് കുറച്ച് ആ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് അരിപ്പ വെച്ച് നന്നായിട്ട് അതിൽ വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുളിവെള്ളം ഊറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കഷ്ണമുണ്ടോ അതിനനുസരിച്ച് പൊടി ഇടേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് അച്ചാർ പൊടി ഇട്ടിട്ടുള്ളത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ലേശം കലക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ സമയം കൊണ്ട് വേവിച്ച നമ്മുടെ ചക്ക കണ്ടൽ ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. ഇതിനി നന്നായിട്ട് വെട്ടിത്തിളക്കണം. തിളച്ച് അതിൻ്റെ നമ്മുടെ അച്ചാർ പൊടിയുടെ പച്ചമണമൊക്കെ മാറണം. അതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ടായിട്ടുണ്ട്. ഞാനൊരു കരണ്ടി എടുത്തിട്ടുണ്ട് ചെറിയ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കായപ്പൊടി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഇത് അടച്ച് വെക്കണം ഒരു 10-15 മിനിറ്റ്. അതിനുശേഷം സർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. ഇതുപോലുള്ള വെറൈറ്റി ഡിഷസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതുപോലത്തുള്ള ചക്ക വിഭവങ്ങളായിട്ട്
ഞാൻ ഇനിയും വരുന്നതാണ്, നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തുന്നതാണ്. താങ്ക് യു.